ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. മെയിലും ജൂണിലുമായിട്ടാണ് നമ്മുടെ HSST പരീക്ഷ കഴിഞ്ഞത്. ചുരുക്കപ്പട്ടിക വരാറായോ? തീർച്ചയായിട്ടും വരാറായിട്ടുണ്ട്. ഇത് നമ്മുടെ PSC യോഗ തീരുമാനത്തിൽ നിന്നുള്ള ഹൈലൈറ്റ്സ് ആണ്. ഇതിൽ പറയുന്ന ആദ്യത്തെ 2 പോയിന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇൻ ബോട്ടണി, അതുപോലെ സുവോളജി, ഇതിന്റെ രണ്ടിന്റെയും ചുരുക്കപ്പട്ടിക ഉടനെ പ്രസിദ്ധീകരിക്കുന്ന ചുരുക്കപ്പട്ടികളുടെ കൂട്ടത്തിൽ കൃത്യമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുവോളജിയുടെയും ബോട്ടണിയുടെയും മാത്രമാണോ ചുരുക്കപ്പട്ടിക ഉടനെ വരാൻ പോകുന്നത്? അല്ല, ഇത് ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന സബ്ജക്ട്സിന്റെ ചുരുക്കപ്പട്ടികയുടെ ലിസ്റ്റാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്കറിയാം ഈ പരീക്ഷകളെല്ലാം മെയിലും ജൂണിലുമായിട്ടാണ് കഴിഞ്ഞത്. സോ ഒരു ജൂലൈ 3rd വീക്കോട് കൂടി എല്ലാ പരീക്ഷകളുടെയും ചുരുക്കപ്പട്ടിക നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് മാത്സ് ആദ്യം കഴിഞ്ഞൊരു പരീക്ഷയാണ്. സോ മാത്സ് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് തന്നെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അല്ലേ? നമുക്ക് വലിയ ഡിലേ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സോ എന്താണ് ഇനി ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചുരുക്കപ്പട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നമ്മുടെ ഇന്റർവ്യൂ ആണ്. 2023 സുവോളജിയുടെയും ബോട്ടണിയുടെയും റാങ്ക് ലിസ്റ്റ് വന്നത്. 2026 വരെയാണ് കാലാവധി. ഇതുപോലെ ഓരോ സബ്ജക്ട്സിന്റെയും കാലാവധികൾ ഈ കഴിഞ്ഞ അടുത്ത ഒരു 7-8 മാസങ്ങളിനുള്ളിൽ തീരുന്ന ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇവിടെ റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരിക്കും PSC എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചുരുക്കപ്പട്ടിക വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂ വലിയ ഡിലേ ഇല്ലാതെ തന്നെ ഷെഡ്യൂൾ ആവുകയും റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യും. നല്ലൊരു കാര്യമാണ് അല്ലെ? സോ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്, ചുരുക്കപ്പട്ടികയിൽ വരും എന്ന് ഏകദേശം നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു സാധാരണ PSC പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമാണ് അധ്യാപകരുടെ PSC പരീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ഇന്റർവ്യൂവിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അത് LP-യേക്കാളും കൂടുതലാണ് UP. അവിടുന്ന് വീണ്ടും HSA വരുമ്പോൾ വീണ്ടും പ്രാധാന്യം അർഹിക്കുന്നു. HSST-യിലേക്ക് വരുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ അവിടെ കൈകാര്യം ചെയ്യുന്നത് അഡോളസന്റ് ഏജിൽപ്പെട്ട അല്ലെങ്കിൽ ടീനേജിലേക്ക് എത്തുന്ന കുട്ടികളെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. സോ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും ഓർക്കുക, ഒരു ഇന്റർവ്യൂവിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് നമ്മൾ തയ്യാറെടുപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്. അതിലൊന്ന് നമ്മുടെ ബയോഡാറ്റ പ്രിപ്പറേഷനാണ്. എന്തെങ്കിലും എഴുതിയാൽ പോരെ എന്ന് ചിന്തിക്കരുത്. ബയോഡാറ്റ എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങളുടെ ട്രിഗറിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ബയോഡാറ്റ. ഒരേ സമയം ആ ബയോഡാറ്റ ജെന്യുവിനും ആയിരിക്കണം, എന്നാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ പ്രതീക്ഷിക്കാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും നമുക്ക് പറ്റണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, HSST ഇന്റർവ്യൂവിൽ തീർച്ചയായിട്ടും സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടാവും. സോ ഒരു സബ്ജക്ട് എക്സ്പേർട്ടിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം ചോദിക്കും, അല്ലെങ്കിൽ ആ അധ്യാപകനോ അധ്യാപികയോ ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അതിന് പൂർണ്ണമായിട്ടും തയ്യാറെടുക്കണം. അതൊരു MCQ ക്വസ്റ്റ്യൻ ആവണം എന്നില്ല. എങ്ങനെ നിങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം അവിടെ ചോദിക്കുന്നത്. മൂന്നാമത്തെ കാര്യം സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊരു ഇന്റർവ്യൂവിനും നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത് പരീക്ഷയിലൂടെ അവർ കൃത്യമായിട്ട് അളന്നു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അപ്രോച്ച് എന്താണ്, ആസ് എ പേഴ്സൺ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ സമീപിക്കാൻ പോകുന്നത്, ഇതിന്റെ എല്ലാം ഇവാലുവേഷൻ ആണ് ഈ ഒരു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് എന്ന് പറയുന്ന ആ ഒരു ഭാഗം. സോ അവിടെ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യണം, ഇതെല്ലാമാണ് ഈ ഒരു ഇന്റർവ്യൂ ഘട്ടത്തിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യം. ഇത് തയ്യാറെടുപ്പിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും തയ്യാറെടുപ്പിന്റെ ആവശ്യമുണ്ട്. കാരണം ഒരു ഇന്റർവ്യൂവിന് വരുന്ന മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ എക്സാമിന്റെ ചെറിയ ചെറിയ ടെൻഷൻ കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ തെറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങൾ പോയിട്ടുണ്ടാവും. ഇന്റർവ്യൂവിന് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് എത്തിക്കും. അത് 1 റാങ്കിനോ 2 റാങ്കിനോ അല്ല. ഇവിടെ നിങ്ങൾ 0.33 നഷ്ടപ്പെടുത്തിയാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന 1 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് മുന്നിലോട്ട് എത്തിക്കും. നിങ്ങളോടൊപ്പം നിൽക്കുന്ന കുട്ടികൾ പ്രോപ്പറായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഒരുപക്ഷെ ഇന്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ അവിടെ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണ്? ഇതുവരെ എത്തുക, അല്ലെങ്കിൽ ചുരുക്കപ്പട്ടികയിൽ എത്തുക എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്. നിങ്ങൾ അവിടേക്ക് എത്തുന്നവരാണ്, അല്ലെങ്കിൽ എത്താൻ പോകുന്നവരാണ്. സോ ഇനിയുള്ള ഘട്ടം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഇന്റർവ്യൂ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് വേണം, പ്രാക്ടീസ് സെഷൻസ് വേണം, മോക്ക് ഇന്റർവ്യൂസ് വേണം. അതും സബ്ജക്ട് എക്സ്പേർട്ടും സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇന്റർവ്യൂ എക്സ്പേർട്സും നടക്കുന്ന പാനലിന്റെ ഇന്റർവ്യൂസ് ആയിരിക്കണം, മോക്ക് ഇന്റർവ്യൂസ് ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലെ? സോ ഇതെല്ലാമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഇന്റർവ്യൂ ബാച്ച് HSST ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എല്ലാ വിഷയങ്ങൾക്കും ആരംഭിച്ചു കഴിഞ്ഞു. സോ ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. എന്താണ് ഇന്റർവ്യൂ ബാച്ചിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സബ്ജക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് പദ്ധതികൾ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ വേണ്ട
മോക്ക് ഇന്റർവ്യൂസ്, എങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ സമീപിക്കാം, എത്ര മാർക്ക് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം, ആ മാർക്കിനെ എങ്ങനെ കൂട്ടാം, ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി അധ്യാപക ഉദ്യോഗാർത്ഥികളോടൊപ്പം ഞങ്ങൾ ഈ മേഖലയിലുണ്ട്. കഴിഞ്ഞ HSST NVHSC ഒക്കെ നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ നല്ല രീതിയിൽ ഇന്റർവ്യൂവിലും പരീക്ഷയിലും ഒക്കെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഇന്റർവ്യൂ ബാച്ച് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബാച്ചാണ്. ഈ ബാച്ചിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, പത്രം വായിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വായിച്ചു തുടങ്ങുക. അത് നമ്മൾ ഒരു തരത്തിലും മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല. ഇന്നെങ്കിൽ ഇന്ന് നിങ്ങൾ പത്രം വായിച്ചു തുടങ്ങണം. അതും നമ്മൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. സോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം, ഏറ്റവും ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് വരാം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. ഇഫക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങളിലേക്ക് എത്തും. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.